ഇത് ഞാൻ തന്നെ പറയണോ? സാമ, ഇതൊരു റിഹേഴ്സലല്ലേ. നീ 5 പറയുന്നതിന് റിപ്ലൈ കൊടുത്താൽ മതി. എന്തെങ്കിലും കൊടുത്താൽ മതിയോ? എന്തെങ്കിലും കൊടുത്താൽ പോരാ, അതിനകത്തുള്ള തന്നെ പറയണം. തെറ്റിപ്പോയാലും കുഴപ്പമില്ല, നീ നോക്കി വായിച്ചാൽ മതി. കോപ്പി അടിച്ച് ശീലം എനിക്ക് പണ്ടേ ഇല്ല. കുഴപ്പമില്ല, ഞാൻ കാണാൻ പറഞ്ഞോളാം. പിന്നെ ഭാവമൊന്നും വന്നില്ലെന്ന് പറഞ്ഞിട്ട് നെഞ്ചത്ത് കയറരുത്. നിന്റെ നെഞ്ചത്തൊന്നും കയറില്ല. നിനക്ക് സിറ്റുവേഷൻ മനസ്സിലായില്ലേ? എന്നാ കാച്ചിക്കോ. 5 ഓക്കെ അല്ലേ? റെഡി. അപ്പോൾ ആക്ഷൻ. എനിക്ക് പറയാനുള്ളതോട് കേൾക്കണം. എൻ്റെ പാരൻസിൻ്റെ ഒറ്റമകൾ എന്ന നിലയിൽ എൻ്റെ കുടുംബക്കാരോടും ചുറ്റുമുള്ളവരോടും എനിക്ക് കുറച്ച് ബാധ്യതകളുണ്ട്. അതൊന്നും കണ്ടില്ലെന്ന് വെക്കാൻ എനിക്കാവില്ല. സാമേ, ഡയലോഗ് പറടാ. ഞാൻ പറയണോ? ചോര തളം കെട്ടിക്കുന്നൊരു കാഴ്ചയുണ്ട് എൻ്റെ ഓർമ്മയിൽ. എൻ്റെ 15ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ അമ്മയെ അവസാനമായിട്ട് കാണുമ്പോൾ ചോര വീണ് ചീഞ്ഞു നാറിയ കിടക്കയിൽ മരണം കാത്ത് കിടക്കുകയായിരുന്നു അവർ. ഒരിക്കൽ മരണം അവരെ കീഴ്പ്പെടുത്തുമെന്ന് ഉറപ്പായിരുന്നിട്ടും എയ്ഡ്സ് രോഗിയായിരുന്നു അവർ. സ്വന്തം മകനെ വളർത്തി വലുതാക്കി. ആ അമ്മ എവിടെ കിടക്കുന്നു? കുടുംബ പാരമ്പര്യത്തിൻ്റെ പേരിൽ സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്ന നീ എവിടെ കിടക്കുന്നു? ഈ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെങ്കിൽ നീ ആ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യും, ആ കുഞ്ഞിനെ അച്ഛന്ന് വിളിക്കുകയും ചെയ്യും.